ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി മാങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടോ വന്നത്. ഒരു 5 മിനിറ്റ് വേണ്ട നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താ കറി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്കൊക്കെ വീട്ടിൽ മാവുന്നൊരു മാങ്ങ പറിച്ചിട്ട് ഒരു മാങ്ങൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ടേസ്റ്റുള്ളൊരു മാങ്ങക്കറിയാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ അല്പം ഉലുവയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വീതം ഉലുവയും കടുകും. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ, ഒരു മാങ്ങ മതിയാവും കേട്ടോ. ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തിൻ്റെ ഒരു പകുതിയോ അത്രത്തോളം മതിയാവേ. അത് കുറച്ച് ചെറിയ പീസാക്കി ഇട്ടിട്ട്, അത്യാവശ്യം വലുതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനേതായാലും ചെറിയ പീസാണ് ആക്കിയത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂന്നും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് പെട്ടെന്ന് വാടും കേട്ടോ മാങ്ങ. അതിനുശേഷം നമുക്ക് അതിൽ അല്പം മുളക് പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ഇട്ടത്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന രീതിയിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് അരപ്പിന് വേണ്ടത് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. മിക്സിയിലെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇത് മാങ്ങ ഇവിടെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് വെന്ത് വരും കേട്ടോ. മാങ്ങയ്ക്ക് അത്രയേ വേവുണ്ടാവുള്ളൂ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് അതിൽ പ്രത്യേകമായിട്ട് ഇനി വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ എണ്ണയിൽ ഇട്ടിട്ടാണല്ലോ, വറവിട്ടതിന് ശേഷമാണല്ലോ നമ്മൾ വെച്ചത്. അപ്പോൾ അത് നല്ല തേങ്ങ അരച്ച മാങ്ങാക്കറി ശരിക്കും 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ കറി ആവും കേട്ടോ. നല്ല ടേസ്റ്റുമാണേ. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ ചോറ് വിളമ്പി അതിൻ്റെ മേലെ ഈ ടേസ്റ്റുള്ള മാങ്ങാക്കറി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് സ്വന്തമായിട്ട് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇതെൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ്. ഉമ്മ ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു മാങ്ങാക്കറിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.